നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരിനും ബോർഡിനും തന്ത്രിക്കും കുരുക്കായി പത്മകുമാറിന്റെ മൊഴി. തീരുമാനങ്ങളെല്ലാം ഭരണസമിതിയുമായി ആലോചിച്ചെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി രാജീവർക്ക് അടുത്ത ബന്ധം. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കസ്റ്റഡി കാലാവധി 14 ദിവസത്തേക്ക് നീട്ടി. ശബരിമലയിൽ തേൻ വിതരണത്തിലും ഗുരുതര വീഴ്ച. വഴിപാട് ആവശ്യങ്ങൾക്കുള്ള തേൻ വിതരണം ചെയ്യുന്നത് ഫോമിക് ആസിഡിന്റെ കണ്ടെയ്നറുകളിലെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുനമ്പം ഭൂസംരക്ഷണ സമിതി റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. വൈകിട്ട് ചേർന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നോ അല്ലെന്നോ തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന് മന്ത്രി പി രാജീവ്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടു. മരിച്ചത് ഝാർഖണ്ഡ് സ്വദേശി ഷാരു. ആക്രമണം ചാലിയാർ അരയോട് എസ്റ്റേറ്റിൽ വെച്ച്. പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആന പിന്തുടർന്ന് ആക്രമിച്ചു എന്ന ദൃക്സാക്ഷികൾ. തിരുവനന്തപുരം ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ കാപ്പ കേസ് പ്രതിക്ക് നേരെ SHO വെടിവെച്ചു. പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചതായെന്ന SHOയുടെ മൊഴി. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. ഹൃദയാഘാത ലക്ഷണങ്ങളുമില്ല. ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഹോങ്കോങ്ങിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 44ആയി. 280ഓളം പേരെ കാണാനില്ല. മുളയും സോഫ്റ്റ് ഫോമും കൊണ്ടുണ്ടാക്കിയ നിർമ്മിതികൾ തീ അതിവേഗം പടർന്നതിന് കാരണമായി എന്ന നിഗമനം. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പ്. 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് ഗുരുതര പരിക്ക്. അഫ്ഗാൻ സ്വദേശിയായ അക്രമി കസ്റ്റഡിയിൽ. ആക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്ത്. ഡിസംബർ 26, 28, 30 തീയതികളിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 3 T20 മത്സരങ്ങൾ കളിക്കും. KCAയുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും ബോർഡിനും തന്ത്രിക്കും കുരുക്കായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി. തീരുമാനങ്ങളെല്ലാം ഭരണസമിതിയുമായി ആലോചിച്ച് എന്ന് പത്മകുമാർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമെന്നും പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രി വഴിയെന്നും പത്മകുമാർ മൊഴി നൽകി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായതെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ SITക്ക് മൊഴി നൽകി. ശബരിമലയിൽ സ്പോൺസറാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചുവെന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. പത്മകുമാർ ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ നൽകുമെന്നത് നിർണായകമാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച 6 ആഴ്ചത്തെ സമയപരിധി അവസാനിച്ചിട്ടും അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായിട്ടില്ല. അന്വേഷണത്തിന് കൂടുതൽ സമയം തേടിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 കേസിലായി 15 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ 2 ഇടക്കാല റിപ്പോർട്ടും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുണ്ട്. ഡിസംബർ 3-ാം തീയതി ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യത കുറവാണ്. അന്വേഷണത്തിന് SIT കൂടുതൽ സമയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന്റെ വ്യാപ്തി അറിയിക്കുന്നതനുസരിച്ച് കോടതി അത് അനുവദിച്ചേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ഡിസംബർ 11 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലുള്ള പത്മകുമാറിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുക. വിജിലൻസ് കോടതി അനുവദിച്ച 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ പത്മകുമാറിനെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് SIT സംഘം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ SITയുടെ കസ്റ്റഡിയിലുള്ള A. പത്മകുമാർ അടക്കമുള്ളവർ പല സത്യങ്ങളും വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനെന്ന രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട പത്മകുമാർ, വാസു എന്നിവർക്കെതിരെ CPM നടപടിയെടുക്കാത്തത്. നടപടിയെടുത്താൽ അവരെല്ലാം വിളിച്ചു പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. മുലേപ്പാടത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ ഒന്നും കേട്ടോ അതിൽ ആന ഇവിടെ കടന്നിക്കാണ്ട് ഇങ്ങനെ ചീർന്നുണ്ട്, എന്തൊക്കെ കാട്ടണുണ്ട്.
ഇതാ ഞാൻ കാണുന്നത്. ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ആന അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും മണ്ടി. അപ്പോൾ ഞാനും മണ്ടി. ആനയിൽ പോലെ വൈത്തല പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചാരു ഉണ്ടായിരുന്നില്ലടാ അവിടെ, ഓനെന്ത് ചോദിച്ചു. ഓനവിടെ പാറപ്പുറത്തുണ്ട് കാരണം അപ്പോൾ ഇല്ലോട് എന്ത് പാറപ്പുറത്ത് ഓനെയാണ് ഇവിടെ കാട്ടിയാണ്. ഇവിടെ ആന എത്ര ചീറിൽ കീറിയിക്കുന്നു ഇവിടെ കടന്ന് കണ്ടു പറയും. ആന ഓനെ ചവിട്ടി ചവിട്ടിക്കൊണ്ട് കാട്ടിയെന്ന് പാരക്കറിയാണ്. അതാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞോലോട് ആന അവിടെ ഫോറസ്റ്റ് കിടന്നിട്ട് ഓലോട് ഞാൻ പറഞ്ഞു, ചാരുവിനെ അന്വേഷിക്കും നമ്മൾ ചാരു എവിടെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും വലിയ പറഞ്ഞു ചാരു അവിടെ പാറപ്പുറത്തുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഓര് പറഞ്ഞത്. എന്താ ചെയ്യണേ? ടി കെ അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. നാട്ടുകാരുടെ പരാതി, ദൃക്സാക്ഷിയുടെ മൊഴിയൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞു. നാട്ടുകാരുടെ ഒരു ആശങ്ക അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ശ്രീജ, തീർച്ചയായും കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലമ്പൂരിലെ മലയോര മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. നിലമ്പൂർ ടൗണിലേക്ക് പോലും കാട്ടാനകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ വനം വകുപ്പിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും. അതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാനുള്ള ഒരു കാരണം. ഇന്നത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ ചാരു ഒറോൺ എന്ന 55 വയസ്സുകാരാണ് മരിച്ചത്. നിലമ്പൂരിലെ അരയാട് റബ്ബർ എസ്റ്റേറ്റിൽ വെച്ചാണ് ഇത് സംഭവം ഉണ്ടായത്. മൂലേപ്പാടത്തുള്ള അരയാട് റബ്ബർ എസ്റ്റേറ്റിലാണ് സംഭവം. രാവിലെ ഏതാണ്ട് 9:10 ഈ ചാരുവിനെ കാട്ടാന ആക്രമിക്കുന്നത്. ടാപ്പിങ്ങിന് ശേഷം ഇവിടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഇയാൾ ടാപ്പിങ്ങിന് ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് റബ്ബർ മരത്തിനിടയിൽ നിൽക്കുകയായിരുന്ന കാട്ടാന ആക്രമിച്ചത്. അത് തത്സമയം തന്നെ ചാരു മരണപ്പെട്ടു. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടുകയും അപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം കാട്ടാന വനത്തിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ചാരുവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മൃതദേഹം കാട്ടിന് പുറത്തേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടെയാണ് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയത്. ശ്രീജ. ശരി അരവിന്ദൻ, മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ടി കെ അരവിന്ദൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്നുള്ള പേടിയിലാണ് അവർക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു വിഷയം. അപ്പൊ ഈ വിഷയം ഗൗരവമായി കേരളം ചർച്ച ചെയ്യും. അയ്യപ്പന്റെ ശ്രീകോവിലിലെ വാതിലും കട്ട്ളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിക്കുകയും ഒരു പ്രാവശ്യം, രണ്ടാമത് കൊള്ളയടിക്കാൻ ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകൾ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര തുടരുകയാണ്. ഒരു സംശയം വേണ്ട, അത് കൊണ്ടുവരും. തന്ത്രിക്കെതിരെ മാത്രമല്ലല്ലോ, തന്ത്രിക്ക് അറിയാമായിരുന്നു. തന്ത്രിയല്ലല്ലോ ഉത്തരവാദി, തന്ത്രിയല്ലല്ലോ, അത് SIT അന്വേഷിക്കട്ടെ. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യങ്കോട് കാപ്പ കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത പോലീസ്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൈലി കിരണിന് നേരെ ആര്യങ്കോട് SHO തൻസീമാണ് വെടിയുതിർത്തത്. കിരണിനെ പിടികൂടാൻ പോലീസ് സംഘം എത്തിയപ്പോൾ ഇയാൾ വാളെടുത്ത് പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തോക്കെടുക്കേണ്ടി വന്നതെന്ന് SHO പറഞ്ഞു. പോലീസ് ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കിരൺ അക്രമാസക്തനായി. സംഭവസ്ഥലത്ത് നിന്ന് അയാൾ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നും പോലീസ് പറയുന്നു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതി മുബഷീർ മരിച്ച സംഭവത്തിൽ മർദ്ദനമേറ്റിട്ടില്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. കൂടാതെ ഹൃദയാഘാതം ഉണ്ടായ ലക്ഷണങ്ങളും കണ്ടെത്താനായില്ല. മരണകാരണം അറിയാനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച മുബഷീർ ജയിലിൽ വെച്ച് ഗുളികകൾ കഴിച്ചതായി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡ് ദേളി സ്വദേശി 29 വയസ്സുള്ള മുബഷീർ ഇന്നലെയാണ് സ്പെഷ്യൽ സബ് ജയിലിൽ മരിച്ചത്. മുബഷീറിന്റെ മരണത്തിൽ ദുരൂഹതയൊരുപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു.
ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പോയിൽ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 44ആയി. 279 പേരെ കാണാതായി. മരിച്ചവരിൽ ഒരു അഗ്നിശമന സേനാംഗവും ഉൾപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേർ അറസ്റ്റിലായി. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാങ് ഫുക് കോർട്ട് എന്ന ബഹുനില ഫ്ളാറ്റ് കെട്ടിട സമുച്ചയത്തിൽ ഇന്നലെ ഉച്ചയോടെയാണ് അഗ്നിബാധയുണ്ടായത്. ഹോങ്കോങ്ങിലെ അഗ്നിബാധ അളവുകളിൽ ഏറ്റവും ഉയർന്ന അളവ് ലെവൽ 5 ആണ്. ആ അളവിലുള്ള അഗ്നിബാധയാണ് ഇവിടെ ഉണ്ടായത്. പ്രാദേശിക സമയം ഇന്നലെ വൈകിട്ട് 6:22ഓടെയായിരുന്നു സംഭവം. 31 നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് ആദ്യം പുക ഉയരുകയും പിന്നാലെ തീ ആളിക്കത്തുകയുമായിരുന്നു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കെട്ടിടങ്ങൾക്ക് പുറമേ കെട്ടിയ മുളകളിൽ നിന്നാണ് ആദ്യം തീ പടർന്നത്. ഇത് മറ്റ് കെട്ടിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. 1980കളിൽ നിർമ്മിച്ച 8 കെട്ടിടങ്ങളടങ്ങുന്ന ഈ ഭാഗത്ത് 2000ഓളം പാർപ്പിട സമുച്ചയങ്ങളുണ്ട്. ഇവിടെ 4800 പേർ താമസിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഹോങ്കോങ്ങിലെ തന്നെ ഏറ്റവും അധികം താമസക്കാരുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് അഗ്നിബാധ പൊട്ടിപ്പുറപ്പെട്ടത്. തീപിടുത്തത്തിന് പിന്നിലെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അന്വേഷണത്തിനായി പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. 52നും 68നും ഇടയിൽ പ്രായമുള്ള 3 പുരുഷന്മാരാണ് അറസ്റ്റിലായത്. തീപിടുത്തമുണ്ടായ പാർപ്പിട സമുച്ചയത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ് ഇവർ. അഗ്നിബാധയുണ്ടായ കെട്ടിടത്തിലെ താമസക്കാർക്കായി 1400 വീടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയിൽ അതീവ സുരക്ഷാ മേഖലയായ വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പ്. 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് ഗുരുതര പരിക്ക്. പോലീസ് അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. അഫ്ഗാൻ പൗരൻ എന്നാണ് സൂചന. അക്രമി 10 മുതൽ 15 റൗണ്ട് വരെ വെടിവെച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണം. അതീവ സുരക്ഷാ മേഖലയിലുള്ള വൈറ്റ് ഹൌസിന് സമീപം 17th സ്ട്രീറ്റിലാണ് വെടിവെപ്പുണ്ടായത്. 2 നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി. ഇരുവരുടെയും തലയ്ക്കാണ് പരിക്കേറ്റത്. ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെസ്റ്റ് വെർജീനിയ സ്വദേശികളാണ് ഇരുവരും. ആക്രമണത്തിൽ അക്രമിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അഫ്ഗാൻ പൗരനായ 29 വയസ്സുള്ള റഹ്മാനുള്ള ലക്കൻവാളാണ് അക്രമി എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2021 മുതൽ അമേരിക്കയിലെ താമസക്കാരനാണ്. വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്നില്ല. 10 മുതൽ 15 റൗണ്ട് വരെ അക്രമി വെടിവെച്ചെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. I heard boom, boom 2 times. And then the Uber driver said, "Why are all these people running?" So then I look out the window and it's little children, adults running. Children on both sides of the street. അതീവ സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വസതിയായി വൈറ്റ് ഹൌസിൽ എങ്ങനെ ഈ അക്രമി എത്തി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. സുരക്ഷയ്ക്കായി 500 നാഷണൽ ഗാർഡിനെ വിന്യസിക്കാൻ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായി ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് അറിയിച്ചു. And that's why President Trump has asked me, and I will ask the Secretary of the Army to the National Guard, to add 500 additional troops, National Guardsmen, to Washington, D.C. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. ശബരിമലയിൽ തേൻ വിതരണത്തിലും ഗുരുതര വീഴ്ച. വഴിപാട് ആവശ്യങ്ങൾക്കുള്ള തേനിന്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയിലാണ് വിജിലൻസ് ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറുകളിലാണ് തേൻ വിതരണം ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, വലിയ വീഴ്ച തന്നെയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നിലവിൽ പമ്പയിൽ ലാബിൽ പരിശോധന നടത്തിയതിന് ശേഷമാണ് സന്നിധാനത്തേക്കുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തുവിടുന്നത്. തേൻ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ തേൻ്റെ പരിശോധനയ്ക്ക് ശേഷം തേൻ്റെ കണ്ടെയ്നർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തു. ആ സമയത്താണ് ഫോമിക് ആസിഡ് കൊണ്ടുവരുന്ന കണ്ടെയ്നറിലാണ് തേൻ എത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. വിജിലൻസ് ആണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിശോധന വീണ്ടും നടത്തി ഇവയുടെ കൃത്യത വരുത്തണമെന്ന് വിജിലൻസ് ആവശ്യപ്പെടുകയും ഇക്കാര്യത്തിൽ വിജിലൻസ് ദേവസ്വം ബോർഡിന് വിവരം നൽകുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ തേൻ എത്തിക്കുന്നത് ശബരിമലയിലേക്ക് തേൻ എത്തിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ റെയ്ഡ്കോയാണ്. റെയ്ഡ്കോയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. എന്തുകൊണ്ട് ഈ ഫോമിക് ആസിഡിൻ്റെ കണ്ടെയ്നറിൽ തേൻ ഇവിടേക്ക് എത്തി എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പമ്പയിലെ ലാബ് റിസർച്ച് ഓഫീസറാണ് ഇത് സംബന്ധിച്ച പരിശോധന പൂർത്തിയാക്കി അനുമതി നൽകേണ്ടത്. ഈ റിസർച്ച് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് എല്ലാ സാധനങ്ങളും എത്തുന്നത്. അത്തരത്തിൽ എത്തിയ ഈ തേനിൻ്റെയും പരിശോധന
നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹത്തോട് വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നിലവിൽ നൽകിയിരിക്കുന്നത് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി. എന്തായാലും ശബരിമലയിലെ അഷ്ടാഭിഷേകത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തേനാണ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയത്. ഫോമിക് ആസിഡിന്റെ കണ്ടെയ്നറിൽ എത്തിയത്. നിലവിൽ ഇക്കാര്യത്തിൽ ആശങ്കകളൊന്നും ഇല്ല എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ശരി രജിത്, ശബരിമലയിൽ തേൻ വിതരണത്തിൽ ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. ഇടത്താവളമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വലഞ്ഞ ശബരിമല തീർത്ഥാടകർ. പത്തനംതിട്ട അടൂർ മേജർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഇടത്താവളത്തിൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ രാത്രിയിലെത്തിയ തീർത്ഥാടകർ വിരിവെച്ചത് ക്ഷേത്രത്തിന് മുന്നിലെ പാതയോരത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച BJP അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറെ ഉപരോധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ദേവസ്വത്തിന്റെ സ്വത്ത് ആര് അപഹരിച്ചാലും ശിക്ഷിക്കപ്പെടണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ കള്ളന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIക്ക് എവിടെയും ഒരു വർഗീയ പാർട്ടിയുമായി രാഷ്ട്രീയ ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്. ശബരിമലയുടെ സ്വത്ത് ആര് അപഹരിക്കാൻ ശ്രമിച്ചാലും അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇതിൽ CPIക്ക് എവിടെയും ഒരു വർഗീയ പാർട്ടിയുമായും രാഷ്ട്രീയ ബന്ധമില്ല, LDFിനുമില്ല. മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തിവന്ന റിലേ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നു. വൈകുന്നേരം മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. വിഷയത്തിൽ തുടർ സമരങ്ങളും നിയമ പോരാട്ടങ്ങളും എങ്ങനെ മുൻപോട്ട് പോകണം എന്ന കാര്യം സമുദായ സംഘടനകളുടെ യോഗം ചേർന്ന് തീരുമാനിക്കും. 2024 ഒക്ടോബർ 13 റവന്യൂ അവകാശങ്ങൾക്കായി മുനമ്പത്തെ 610 കുടുംബങ്ങൾ സമരവുമായി രംഗത്തെത്തിയത്. സമരം ആരംഭിച്ചതിന്റെ 410ാം ദിനത്തിലാണ് മുനമ്പത്തെ ഭൂമിയുടെ കരം സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായത്. അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലികാടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇന്നലെ മുതൽ കുഴുപ്പള്ളി വില്ലേജിൽ കരം സ്വീകരിച്ചു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 8 സമരസമിതിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കരം അടയ്ക്കാനായിട്ടുള്ളത് വന്നേക്കുന്ന കാര്യം ഞങ്ങൾക്ക് നല്ലതായിട്ട് തന്നെ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന മാതിരിയാണ് ഇപ്പോൾ. അത് നിർത്തി തന്നെ വെക്കണം. അപ്പം സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റും. വില്ലേജ് ഓഫീസിൽ കരം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും മുനമ്പം നിവാസികളുടെ ആശങ്ക ഒഴിയുന്നില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് നൽകുന്നത് ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണെന്നും തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നുമാണ് സമരമുഖത്തുള്ള വീട്ടമ്മമാർ അടക്കം പറയുന്നത്. കുറച്ച് സന്തോഷമല്ല, വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇത് മാത്രം കിട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങളുടെ ഈ പ്രയോജനാവകാശമെല്ലാം ഞങ്ങൾക്ക് കിട്ടണം. എന്നാലും ഞങ്ങളുടെ കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാവുള്ളൂ. മുനമ്പം സമരം പൂർണ്ണമായും അവസാനിക്കുന്നില്ല. വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണലിൽ അടക്കം നിലനിൽക്കുന്ന കേസുകളിൽ അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ സമരവും നിയമ പോരാട്ടവും തുടരും. മുന്നോട്ടുള്ള സമരരീതി സംബന്ധിച്ച് സമുദായ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. മുൻപത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന് മന്ത്രി P. രാജീവ്. കോടതി വിധി അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. അവരെ കുടിയൊഴിപ്പിക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെന്നും P. രാജീവ് വ്യക്തമാക്കി. മുനമ്പം നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് മുനമ്പം സമരസമിതി ഈ ഘട്ടങ്ങളിലെല്ലാം നിലപാട് സ്വീകരിച്ചിരുന്നത്. കോടതി സ്റ്റേ ചെയ്തത് കൊണ്ട് മാത്രമാണ് കരം വാങ്ങിക്കുന്നത് തുടരാൻ കഴിയാതെയുള്ള സാഹചര്യം വന്നത്. അതിനെതിരെയുള്ള അപ്പീലിൽ ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. കരം അടയ്ക്കാൻ അനുവദിക്കണമെന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അതിപ്പോൾ സിംഗിൾ ബെഞ്ച് കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തി അംഗീകരിച്ചിട്ടുണ്ട്. ഒരാളെ പോലും അവിടെ നിന്ന് കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ സമരസമിതിയോട് പറഞ്ഞിരുന്നു. ഇനി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സെക്രട്ടറി തല കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ അതിലേക്കും പോകാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. മറ്റ് വഖഫ് ഭൂമികളെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ സമീപനം വ്യക്തമാണല്ലോ. പക്ഷെ മുനമ്പത്തിൽ സവിശേഷ പ്രശ്നമാണ്. കാരണം സർക്കാരിന് വഖഫാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ ഒരു നിയമവും അധികാരം നൽകുന്നില്ല. അത് വഖഫ് ബോർഡിന് അധികാരമുണ്ട്, വഖഫ് ട്രിബ്യൂണലിന് അധികാരമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾക്കില്ലാത്ത അധികാരം ഞങ്ങൾ പ്രയോഗിക്കേണ്ടതില്ലല്ലോ. കേന്ദ്ര ലേബർ കോഡിൽ തൊഴിൽ സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു. തത്സമയം കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേര് ലിസ്റ്റ് ചെയ്യാനും
അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ തൊഴിലാളികളോട് അല്ലെങ്കിൽ ഈ നിയമത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ ഒരു നിവേദനം ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആ വിഷയങ്ങൾ കൂടി ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരിച്ചു ഇടവേളയ്ക്ക് ശേഷം എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അടിയാല ജയിലിൽ നിന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതായുള്ള റിപ്പോർട്ടുകളിൽ സത്യമില്ല എന്നും അദ്ദേഹം ആരോഗ്യവാനാണെന്നും പൂർണ്ണമായ വൈദ്യസഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വരെ അഭ്യൂഹങ്ങൾ പ്രചരിച്ച സാഹചര്യത്തിലാണ് ജയിൽ അധികൃതർ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ. അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നതായി മാതാപിതാക്കൾ ആരോപിച്ചു. അർച്ചന പഠിച്ചിരുന്ന കോളേജിന്റെ മുൻവശത്ത് വെച്ച് ഷാരോൺ മർദ്ദിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ ഷാരോണും അമ്മയും കസ്റ്റഡിയിലാണ്. 6 മാസം മുൻപാണ് ഷാരോനും അർച്ചനയും തമ്മിൽ വിവാഹം നടന്നത്. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല. കോളേജിന് മുന്നിൽ വെച്ച് ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് രക്ഷിച്ചത്. വീട്ടിൽ എന്നും വഴക്ക് പതിവായിരുന്നുവെന്നും അർച്ചനയുടെ ബന്ധുക്കൾ പറയുന്നു. പരാതി ഞാൻ ഒരു വട്ടം റോഡിലിട്ട് കോളേജിന്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെയും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല, ഒന്നും ബന്ധപ്പെടാൻ ഇതാക്കാറില്ല. പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല, ഓൾറെഡി അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല, ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറില്ല. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് വീടിന് സമീപത്തെ കനാലിൽ പൊള്ളലേറ്റ നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ഓട്ടോ മറിഞ്ഞ് മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും. കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിൽ 2 മണിക്ക് പൊതുദർശനത്തിന് ശേഷം തൂമ്പാക്കുളത്തെ വീടുകളിൽ മൃതദേഹം സംസ്കരിക്കും. LKG വിദ്യാർത്ഥി യദുകൃഷ്ണ, 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദിലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെടുമ്പോൾ ഓട്ടോയിലുണ്ടായിരുന്നത് ഡ്രൈവർ അടക്കം 8 പേർ എന്നാണ് സൂചന. ഇതിൽ 6 പേർ കുട്ടികളായിരുന്നു. വഴിയിൽ നിന്ന് ഒരു കുട്ടിയുടെ അമ്മ കൂടി ഓട്ടോറിക്ഷയിൽ കയറി. കുട്ടികൾ പാമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് നിയന്ത്രണം വിട്ടതെന്ന് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രക്ഷിതാവ് രാജി മൊഴി നൽകി. ആലുവയിൽ റോഡ് അപകടത്തിൽ ഒരാൾ മരിച്ചു. ദേശീയപാതയിൽ പറവൂർ കവലയിലായിരുന്നു അപകടം. ആലുവ ഫെഡറൽ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വട്ടത്തറ സ്വദേശി സുനിൽ എന്ന 53-കാരനാണ് മരിച്ചത്. പറവൂർ ഭാഗത്ത് നിന്ന് വന്ന ടോറസ് ലോറി ജംഗ്ഷനിൽ വെച്ച് അങ്കമാലി ഭാഗത്തേക്ക് തിരിയുന്ന സമയത്താണ് അപകടമുണ്ടായത്. പറവൂർ ഭാഗത്ത് നിന്ന് ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്ന സുനിലിന് ആലുവയ്ക്കാണ് പോകേണ്ടിയിരുന്നത്. ഇതിനിടയിൽ ടോറസ് ഇടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ടോറസ് ഡ്രൈവർക്ക് 2 വീലർ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് മൊഴി. ടോറസ് ഓടിച്ചിരുന്ന മലയാറ്റൂർ സ്വദേശി സന്ദീപിനെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ അന്തർസംസ്ഥാന ബസ് ഡ്രൈവറുടെ അഭ്യാസം. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലോടുന്ന ഭാരതി ബസ്സിലെ ജീവനക്കാരനാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. ഈ സമയത്ത് ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച എല്ലാവരെയും കൊല്ലുമെന്ന് ഡ്രൈവർ ഭീഷണിപ്പെടുത്തി. ടോൾ പ്ലാസയിൽ വാഹനം നിർത്തിയപ്പോൾ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു.
ഇത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട. ഞാൻ വണ്ടി താഴെക്കിടാൻ പോയിട്ട് വണ്ടി സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ എല്ലാവരും പാനിക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളിലേക്ക് പോവാം, നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും, നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആഷിഖ് എന്ന് പറഞ്ഞൊരു പാസഞ്ചറും കൂടെ ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിൻ്റെ ശേഷമുള്ള അവിടെ എത്തിയപ്പം ഈ പുള്ളീനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ വണ്ടി അവിടുന്ന് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഹാഫ് ബോട്ടിൽ ലിക്കർ ഉണ്ടായിരുന്നു സീറ്റിൻ്റെ അടിയിൽ. അതും എടുത്തിട്ട് പുള്ളി ഡ്രൈവർ ഇറങ്ങി ഓടി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂചലനം. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയ്ക്ക് സമീപമാണ് 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റ്, ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനാമി മുന്നറിയിപ്പില്ല. ഭൂകമ്പം 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നുവെന്നും നിലവിൽ സുനാമി സാധ്യതയില്ല എന്നുമാണ് ജിയോഫിസിക്സ് ഏജൻസിയെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും സുമാത്രയിൽ വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. 23 പേരാണ് മരിച്ചത്. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടകത്തെ ചൊല്ലി വിവാദം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്കൂൾ അധികൃതർ പിന്മാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക. നാടകത്തിൽ ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചു എന്ന പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വണ്ടൂരിൽ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ AKMHSS കോട്ടൂർ അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകത്തെ ചൊല്ലിയാണ് വിവാദമുണ്ടായത്. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരത്തായി എത്തുന്നു. ഡിസംബർ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 3 T20 മത്സരങ്ങൾ ടീം കളിക്കും. ഡിസംബർ 26, 28, 30 ദിവസങ്ങളിലാണ് മത്സരങ്ങൾ. പരമ്പരയിൽ ആകെ 5 മത്സരങ്ങളാണുള്ളത്. ആദ്യ 2 മത്സരം വിശാഖപട്ടണത്ത് നടക്കും. ലോകകപ്പ് ജയത്തിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണിത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ അറിയിച്ചു. അതേസമയം വിരമിച്ച കളിക്കാരുടെ T20 ലീഗായ ലെജൻഡ്സ് ലീഗും കേരളത്തിലേക്ക് എത്തുന്നു. ജനുവരിയിൽ കൊച്ചിയിൽ മത്സരങ്ങൾ നടത്തും എന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം ജനുവരിയിൽ കൊച്ചി ഉൾപ്പെടെ 7 നഗരങ്ങളിലായിരിക്കും ടൂർണമെന്റ് സംഘടിപ്പിക്കുക. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.